രാമാമൃതം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അക്ഷയ കേറ്ററിംഗ് തൊടുപുഴ. 4 നൂറ്റാണ്ടിന്റെ വിശ്വസ്ത പാരമ്പര്യവുമായി അക്ഷയ കേറ്ററിംഗ് തൊടുപുഴ. ആഘോഷങ്ങൾ ഏതുമാവട്ടെ, എല്ലാത്തരം വെജ് നോൺ വെജ് വിഭവങ്ങളും പൂർണ്ണ ഉത്തരവാദിത്തത്തോടെ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നു. നിങ്ങളുടെ നാവിലെ രസമുകുളങ്ങളെ തൊട്ടുണർത്തുന്ന രുചി വൈവിധ്യങ്ങൾ, സ്വാദിൽ ഒരൽപ്പം പോലും വിട്ടുവീഴ്ചയില്ലാതെ, പാരമ്പര്യ തനിമ നഷ്ടപ്പെടാതെ വിഭവസമൃദ്ധമായി നിങ്ങളുടെ ആഘോഷങ്ങളെ വരവേൽക്കൂ. അക്ഷയ കേറ്ററിംഗ് തൊടുപുഴയ്ക്കൊപ്പം ഫോൺ 9744406785. അക്ഷയ കേറ്ററിംഗ് തൊടുപുഴ. ഈശ്വരനെ സ്നേഹിക്കുവാൻ ഏറ്റവും ഉദാത്തമായ മാർഗമെന്ന് പറയുന്നത് ഈശ്വരനെ അറിയുക എന്നതാണ്. തൂണിലും തുരുമ്പിലും അടങ്ങിയിരിക്കുന്ന ഈശ്വര ചൈതന്യത്തെ മനസ്സിലാക്കുവാൻ കഴിയുന്നതാണ് ഏറ്റവും വലിയ ആരാധന. എല്ലാറ്റിലും എല്ലാ കാര്യങ്ങളിലും ഈശ്വരന്റെ കാഴ്ചപ്പാടുകൾ ഉണ്ടെന്നുള്ള സത്യമാണ് രാമായണം നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. ഇന്ന് നമുക്കായി രാമായണം പാരായണം നടത്തുന്നത് വെള്ളിയാമറ്റം സ്വദേശി കുന്നേൽ രാജമ്മയാണ്. ഇന്നത്തെ പാരായണത്തിന്റെ അന്തസ്സത്തെയും പാരായണ ഭാഗവും നമ്മോട് വിശദീകരിക്കുന്നത് സ്വാമി അയ്യപ്പദാസൻ. ഇന്ന് കർക്കിടകം 25 വെള്ളിയാഴ്ച നമ്മൾ പാരായണം ചെയ്യേണ്ടുന്ന ഭാഗം ശുഗന്റെ പൂർവവൃത്താന്തം, മാല്യവാന്റെ വാക്യം, യുദ്ധാരംഭം. ഇത്രയും ഭാഗമാണ് ഇന്ന് നമുക്ക് പാരായണം ചെയ്യാനുള്ളത്. നമുക്ക് ആ ഭാഗത്തെക്കുറിച്ച് നോക്കാം. സമുദ്രതീരത്ത് തമ്പടിച്ചിരിക്കുന്ന വാനരസേനയുടെ മുഴുവൻ വിവരങ്ങളും കണ്ടെത്തി രാവണൻ്റെ മുമ്പിൽ സമർപ്പിക്കാൻ നിയുക്തനായ ശ്രീ ശുഗൻ ആരായിരുന്നു എന്ന് നമുക്ക് നോക്കാം. ശുഗൻ മുൻജന്മത്തിൽ ബ്രാഹ്മണനായിരുന്നു. തികച്ചും സ്വാത്വികൻ, ബ്രഹ്മനിഷ്ഠയോടുകൂടി ജീവിക്കുന്ന വ്യക്തി. ഒരു ദിവസം അവിചാരിതമായി അഗസ്ത്യ മഹാമുനി അവിടെ എത്തി. ഭക്ഷണം കഴിക്കാനായി ക്ഷണിച്ച അതിൽ ഗംഗയിൽ സ്നാനത്തിനായി അഗസ്ത്യർ പോയി. അഗസ്ത്യർ കുളിക്കാനായി പോയ ആ നിമിഷം തന്നെ അതേ രൂപത്തിൽ അഗസ്ത്യരുടെ രൂപം ധരിച്ച് വജ്രദംഷ്ട്രൻ എന്ന അസുരൻ വീട്ടിലെത്തി. ഉച്ചയൂണിന് എനിക്കിന്നൊരു ദിവസം മാംസം കൂട്ടി ഉണ്ടിട്ടേറെ നാളായി, അതുകൊണ്ട് ഇന്നെനിക്ക് മാംസം കൂട്ടി വേണം ചോറ് എന്നനുസരിച്ചു. പാവം ബ്രാഹ്മണൻ ശുഗൻ മാംസം പാകം ചെയ്തു വിളമ്പി. വജ്രദംഷ്ട്രന്റെ ചതിയിൽ അഗസ്ത്യർക്ക് മാംസാഹാരം വിളമ്പിയ അതിനെക്കുറിച്ച് അഗസ്ത്യർ കോപിച്ചു, ശപിച്ചു. നീ രാക്ഷസകുലത്തിൽ പിറക്കട്ടെ, മാംസം തിന്നുന്നവനായി മാറട്ടെ എന്ന് പറഞ്ഞു. ശുഗൻ ധർമ്മസങ്കടത്തിലായി. കാരണം ശുഗന്റെ നോട്ടത്തിൽ അഗസ്ത്യർ തന്നെയാണ് തനിക്ക് മാംസാഹാരം വേണമെന്ന് ആവശ്യപ്പെട്ടത്. ഏറെ വിഷണ്ണനായി നടന്ന സംഭവങ്ങൾ ശുഗൻ വിവരിച്ചപ്പോൾ വിവരങ്ങൾ ആരാഞ്ഞ അഗസ്ത്യർ ദിവ്യദൃഷ്ടി കൊണ്ട് വസ്തുതകൾ മനസ്സിലാക്കി. അദ്ദേഹത്തിന് ശാപമോക്ഷം നൽകി. ത്രേതായുഗത്തിൽ രാവണ നിഗ്രഹത്തിന് അവതാരമെടുക്കുന്ന ശ്രീരാമചന്ദ്രനെ കാണാനും രാവണ നിഗ്രഹത്തിന് സഹായകമായ ചില കാര്യങ്ങൾ ചെയ്യാനും രാവണന് ആത്മോപദേശം നൽകുകയും ചെയ്യുന്നതിലൂടെ ഈ ശാപമോക്ഷം നിനക്ക് ലഭ്യമാകും എന്ന് അനുഗ്രഹിച്ചു. ആ അനുഗ്രഹം നേടിയ ശുഗൻ ഏറെ സന്തോഷിച്ചു. താനിപ്പോൾ ശാപഗ്രസ്തനല്ല. മാല്യവാൻ രാവണന്റെ മാതാവ് കൈകസിയുടെ അച്ഛൻ മാല്യവാൻ എത്തുകയും രാവണനെ ഉപദേശിക്കുകയും ചെയ്തു. എന്നാൽ രാമനിയോഗത്താൽ വന്നതാണ് എന്ന് പറഞ്ഞ് മുത്തച്ഛനെ പരിഹസിച്ച് തൻ്റെ മന്ത്രിമാരും ആയി രാവണൻ കോട്ടമുകളിലേക്ക് കയറിപ്പോയി. രാമലക്ഷ്മണന്മാരും വാനരസേനയും കോട്ടയ്ക്കകത്ത് കയറി. വാനരസേന നാശനഷ്ടങ്ങൾ വരുത്തി തുടങ്ങവേ രാമൻ 10 തലയും 20 കൈകളുമുള്ള രാവണനെ കാണുകയും കോപിഷ്ഠനായ രാമൻ ലക്ഷ്മണന്റെ കയ്യിൽ നിന്ന് വില്ലു വാങ്ങി ഒരമ്പയക്കുകയും ചെയ്തു. തേരിൻ്റെ കുടയും 10 കിരീടങ്ങളും മുറിച്ച് താഴെയിട്ടു. പരിഭ്രാന്തനായ രാവണൻ രാമബാണം എവിടെ നിന്ന് വരുന്നു എന്ന് സംശയിച്ച് മുന്നോട്ട് പോയി. രാമലക്ഷ്മണന്മാർ കോട്ടയ്ക്കകത്തെത്തി എന്ന് രാക്ഷസ സ്ത്രീകൾ സീതയോട് പറഞ്ഞു. സീത ഏറെ സന്തുഷ്ടയായി. സീതയുടെ മുമ്പിൽ കൃത്രിമമായ രാമശിരസ് കൊണ്ടുവന്നു വച്ച് സീതയെ വിഷമിപ്പിക്കാൻ രാവണൻ ഒട്ടും അമാന്തം കാണിച്ചില്ല.
കാവലിരുന്ന സരമ എന്ന രാക്ഷസ സ്ത്രീ സംശയിക്കേണ്ട, ഇത് കൃത്രിമമാണെന്ന് ഉറപ്പാക്കി 4 നാളുകൾക്കുള്ളിൽ രാമൻ രാവണനെ വധിക്കുമെന്ന് ഉറപ്പ് നൽകുകയും ചെയ്തു. രാവണ നിർദ്ദേശപ്രകാരം വീരന്മാരായ രാക്ഷസന്മാർ ഒന്നായും കൂട്ടായും രാമലക്ഷ്മണന്മാരെ എതിർത്തു. കിംഫലം പരാജയം തന്നെ. പൗത്രന്മാരും സേനാനായകന്മാരും യുദ്ധരംഗത്ത് മരിച്ചപ്പോൾ ഇനി താൻ തന്നെ യുദ്ധനേതൃത്വം ഏറ്റെടുത്ത് മുന്നോട്ട് പോകുവാൻ രാവണൻ തീരുമാനിച്ചു. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ, ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ, ശ്രീരാമ രാമ രാമ സീതാഭിരാമ ജയ, ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ, ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ, ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ, ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപദേ, ശ്രീരാമ രമണീയ വിഗ്രഹ നമസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമഃ. ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെണ്ണ് ശ്രീരാമചരിതം നീ ചൊല്ലിടുമടിയാതെ ശാരിക പൈതൽ താനും വന്ദിച്ചു വന്യന്മാരെ ശ്രീരാമ സ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ. ബ്രാഹ്മണശ്രേഷ്ഠൻ പുരാശുകൻ നിർമ്മലൻ ബ്രാഹ്മണ്യവും പരിപാലിച്ചു സന്തതം കാനനത്തിങ്കിൽ വനപ്രസ്ഥാനായി മഹാജ്ഞാനികളിൽ പ്രധാനിത്വവും കൈക്കൊണ്ടു. ദേവകൾക്ക് അഭ്യുദ്യാർത്ഥമായി നിത്യവും ദേവാരികൾക്കു വിനാശത്തിനായി കൊണ്ടും യാഗാദി കർമ്മങ്ങൾ ചെയ്തു മേ വീടിനാൻ യോഗം ധരിച്ചു പരബ്രഹ്മനിഷ്ഠയാ. വൃന്ദാരകാഭ്യുദയാർത്ഥിയായി രാക്ഷസ നിന്ദാപരനായി മരുവും ദശാന്തരെ നിർജര വൈരി കുലശ്രേഷ്ഠനായ വജ്രദമിഷ്ടൻ മക ദുഷ്ടനിശാചരൻ എന്തോന്നു നല്ലോ ശുഖോപകാരത്തിന് അന്തരവും പാർത്തിരിക്കും വിധൗ കുംഭോത്ഭവനാമഗസ്ത്യൻ സുഖാശ്രമേ സംപ്രാപ്തനായൊരു ദിവസം ബലാൽ സംപൂജനാം അഗസ്ത്യ തപോധനൻ സംഭോജനാർത്ഥം നിമന്ത്രിത നായകയാൽ സ്നാതും ഗതേ മുനാ കുംഭോത്ഭവേ തഥാ താതുധനാധിപൻ വജ്രദ്രംഷ്ടാസുരൻ ചെന്നാനഗസ്ത്യരൂപം ധരിച്ചന്തരാം ചൊന്നാൻ ശുഗനോട് മന്ദകാസ്വാന്വിതം ഒട്ടുനാളുണ്ടു മാംസം കൂട്ടി ഉണ്ടിട്ടു മൃഷ്ടമായി ഉണ്ണേണമെന്നു നമുക്കിടോ ചാകമാംസം വേണമല്ലോ കറി മമാ ത്യാഗിയല്ലോ ഭവാൻ ബ്രാഹ്മണ സത്തമൻ എന്നളവേ ശുഗൻ പത്നിയോടും തഥാ ചൊന്നാനതങ്ങനെ എന്നവളും ചൊന്നാൾ. മധ്യേ ശുഗപത്നി വേഷം ധരിച്ചവൻ ചിത്തമോഹം വളർത്തിയിടിനാൻ മയ്യ മാർത്യമാംസം നിളമ്പി കൊടുത്തമ്പോടു തത്രൈവ വംശദഷ്ടൻ മറഞ്ഞിടിനാൻ. മാർത്യമാംസം കണ്ടു മൈത്രാവരുണിയും ക്രൂതനായി ക്ഷിപ്രം ശുഗനെ ശപിച്ചതു. മർത്യരെ ഭക്ഷിച്ചു രാക്ഷസനായിനി വൃത്തിയിൽ വാഴുക മത്തോ വൈഭവാൽ. ഇത്തം ശപിച്ചതു കേട്ടു ശുഗന്ധാനും എത്രയും ചിത്രമിതെന്തോരു കാരണം മാംസോത്തരം ഭജിക്കണമെന്നെനിക്കുന്നു ശാസന ചെയ്തതും മറ്റാരുമല്ലല്ലോ. പിന്നെ അതിനു കോപിച്ചു ശപിച്ചതും എന്നുടെ ദുഷ്കർമ്മമെന്നേ പറയാവോ. ചൊല്ലെന്തു പറഞ്ഞതു നീ സഖേ നല്ല വൃത്താന്തം ഇതെന്നോട് ചൊല്ലണം എന്നതു കേട്ടു ശുഗനും അഗസ്ത്യനോട് അന്നേരം ആശു സത്യം പറഞ്ഞിടിനാൻ. മജ്ഞനത്തിനെഴുന്നള്ളിയ ശേഷം ഈ ദിജ്ഞനത്തോട് വീണ്ടും വന്നരുൾ ചെയ്തു. വ്യഞ്ജനം മാംസസമന്വിതം വേണമെന്ന അജ്ഞസാ ഞാനതു കേട്ടതു ചെയ്തതും. ഇത്തം ശോകോക്തികൾ കേട്ടൊരഗസ്ത്യനും ചിത്തേ മുഹൂർത്തം വിചാരിച്ചരുളിയിടിനാൻ. വൃത്താന്തം ഉൾക്കൊമ്പുകൊണ്ട് കണ്ടോരള വൃത്താപമോടരുൾ ചെയ്താൻ അഗസ്ത്യനും. വഞ്ചിതന്മാരായി വയം ബദയാമിനി സഞ്ചാരികളതു ചെയ്തതു നിർണയം. ഞാനോ മതിമൂടനായി ചമേഞ്ഞേൻ ബലാ
ഊനം വരാ വിധീതന്മതമെന്നുമേ മിഥ്യയായവനു കൂടാ മമ ഭാഷിതം സത്യപ്രധാനനല്ലോ നീയുമാകയാൽ നല്ലത് വന്നുകൂടും മേലിൽ നിർണയം കല്യാണമായി ശാപമോക്ഷവും നൽകുവൻ ശ്രീരാമപത്നിയെ രാവണൻ കൊണ്ടുപോയ രാമസീമിനി വച്ചുകൊള്ളും ദൃഢം രാവണഭൃത്യനായി നീയും വരും ചിരം കേവലം നീ അവനിഷ്ടനായും വരും രാഘവൻ വാനരസേനയുമായി ചെന്നാ രാകുലമെന്നിയ ലങ്കാപുരാന്തികെ നാലു പുറവും വളഞ്ഞിരിക്കുന്നു ഒരു കാലം അവസ്ഥയറിഞ്ഞു വന്നിടുവാൻ നിന്നെ അയക്കും ശാനൻ അന്നു നീ ചെന്നു വണങ്ങുക രാമനെ സാദരം പിന്നെ വിശേഷങ്ങളെ ഒന്നൊഴിയാതെ പോയി ചെന്നു ദശമുഖൻ തന്നോട് ചൊല്ലുക രാവണൻ ആത്മതത്വോപദേശം ചെയ്തു ദേവി പ്രിയനായി വരും പുനരാശു നീ രാജസ്വഭാവം അശേഷം ഉപേക്ഷിച്ചു സാക്ഷാൽ ദ്വിജത്വവും വന്നുകൂടും ദൃഢം ഇത്തമനുഗ്രഹിച്ചു കലശോത്ഭവൻ സത്യം തപോധനവാക്യം മനോഹരം ചാരനായൊരു ശുകൻ പോയനന്തരം ഘോരനം രാവണൻ വാഴുന്ന മന്ദിരെ വന്നത് രാവണ മാതാവുതൻ പിതാഹിനായി രാവണനെ കണ്ടു ചൊല്ലുവാൻ സൽക്കാരവും കുശല പ്രശ്നവും ചെയ്തു രക്ഷോവരനുമിരുത്തിയതോചിതം കൈകസീതാതൻ മതിമാൻ വിനീതമാൻ കൈകസി നന്ദനൻ തന്നോട് ചൊല്ലിനാൻ ചൊല്ലുവൻ ഞണ്ടവ നല്ലതു പിന്നെ നീ എല്ലാം നിനക്കൊത്തവണ്ണം അനുഷ്ഠിക്ക ദുർനിമിത്തങ്ങളി ജാനകി ലങ്കയിൽ വന്നതിൽ പിന്നെ പലതുണ്ടു കാണുന്നു കണ്ടില്ലയോ നാശഹേതുക്കളായി ദശകണ്ഠ പ്രഭോ നീ നിരൂപിക്ക മാനസെ ദാരുണമായി ഇടിവെട്ടുന്നിതന്വകം ചോരയും ചെയ്യുന്നിതുഷ്ണമായത്രയും ദേവലിംഗങ്ങൾ ഇളകി വിയർക്കുന്നു ദേവിയാങ്കാളിയും ഘോരദ്രംഷ്ടാന്വിതം നോക്കുന്ന ദിക്കിൽ ചിരിച്ചു കാണാകുന്നു ഗോക്കളിൽ നിന്നു കരങ്ങൾ ജനിക്കുന്നു മൂഷിക മാർജരനോടു പിണങ്ങുന്നു രോഷാൽ നകുലങ്ങളോടും ഔവണ്ണമേ പന്നകജാലം ഗരുഡനോടും തഥാ നിന്നെതിർത്തിടിനാൻ തുടങ്ങുന്നു നിശ്ചയം മുണ്ടനായേറ്റം കരാള വികടനായി വർണ്ണവും പിങ്കല കൃഷ്ണമായായി സന്തതം കാലനെ കൊണ്ടു കാണുന്നിതെല്ലാടവും കാലമാപത്തിനുള്ളൂ നിതു നിർണയം ഇത്തരം ദുർനിമിത്തങ്ങളുണ്ടായതേ നത്രവാ ശാന്തിയെ ചെയ്തു കൊള്ളണമേ വംശത്തെ രക്ഷിച്ചു കൊള്ളുവാനേതുമേ സംശയമെന്നിയെ സീതയെ കൊണ്ടുപോയി രാമപാദം വെച്ചു വന്നിക്ക വൈകാതെ രാമനാകുന്നത് വിഷ്ണു നാരായണൻ വിദ്വേഷമെല്ലാം ജയിച്ചു കൊള്ളുകദ്വയനം പരമാത്മനാമവ്യയം ശ്രീരാമപാദബോധം കൊണ്ടു സംസാര ഭാരതിയെ കടക്കുന്നതു യോഗികൾ ഭക്തി കൊണ്ടന്ധകരണം ശുദ്ധമായി മുക്തിയെ ജ്ഞാനികൾ സിദ്ധിച്ചു കൊള്ളുന്നു ദുഷ്ടനാം നീയും വിശുദ്ധനാം ഭക്തി കൊണ്ടൊട്ടുമേ കാലം കളയാതെ കണ്ടു നീ രാക്ഷസ വംശത്തെ രക്ഷിച്ചു കൊള്ളുക സാക്ഷാൽ മുകുന്ദനെ സേവിച്ചു കൊള്ളുക സത്യമത്ര ഞാൻ പറഞ്ഞത് കേവലം പഥ്യം നിനക്കിതു ചിന്തിക്ക മനസ്സേ സ്വാന്തനപൂർവം ദശമുഖൻ തന്നോട് ശാന്തന മാല്യവൻ വംശരക്ഷാർത്ഥമായി ചൊന്നത് കേട്ടു പറഞ്ഞു ദശമുഖൻ പിന്നെയും മാല്യവൻ തന്നോട് ചൊല്ലിനാൻ മാനവനായ കൃപാണാനാം രാമനെ മാനസേ മാനിപ്പതിലെന്തു കാരണം മാർക്കടാലംബനം നല്ല സാമർത്ഥ്യമേ നുൾക്കാമ്പിലോർക്കുന്നവൻ ജലനത്രയും രാമൻ നിയോഗിക്കയാൽ വന്നിതെന്നോടു സാമപൂർവം പറഞ്ഞു ഭവാൻ നിർണയം നേരത്തെ പോയാലും ഇനി വേണ്ടുന്ന നാൾ ചാരത്ത് ചൊല്ലി വിടുന്നുണ്ടു നിർണയം വൃത്തൻ ഭവാനതീഷ്ണിധനം മിത്രാമിത്യുക്തികൾ കേട്ടാൽ പുറത്തുകൂടാ ദൃഢം ഇത്തം പറഞ്ഞ മാത്യന്മാരുമായി ദശഭക്തനും പ്രാസാദമൂർത്തിനീകരേറിനാൻ വാനരാസേനയും കണ്ടകമേ ബഹുമാനവും കൈക്കൊണ്ടിരിക്കും ദശാന്തരെ യുദ്ധത്തിനായി രജനീ ജരവീരരെ സത്വരം തത്ര വരുത്തി വാഴും വിധവും രാവണനെ കണ്ടു കോപിച്ച് രാഘവ ദേവനും സമുദ്രിയോടുവിൽ വാങ്ങിനാൻ 10 കിരീടവും കൈകൾ 20 വ്രതനോടൊത്ത ശരീരവും ശൗര്യവും 10
കിരീടങ്ങളും കുടയും നിമിഷാർത്ഥേന കണ്ടിച്ചു നേരിട്ടു രാവണൻ. നാണിച്ചു താഴത്തിറങ്ങി ഭയം കൊണ്ടു ബാണത്തെ നോക്കി ചരിച്ചിടിനാൻ. പ്രമുഖ പ്രബലന്മാരൊക്കവേ വന്നു തൊഴുതാരനന്തരം യുദ്ധമേറ്റിടുവൻ കോട്ടയിൽ പുക്കടച്ചത്യന്ത ഭീത്യ വസിക്കയല്ലത്ര നാം. പേരി മൃദംഗടക്കാപണവാനകാദാരുണ ഗോമുഖ്യാദിങ്ങൾ വാദ്യങ്ങളും വാരണ ശ്രോഷ്ട ഹരഹരീശാർകൂല സ്വൈരിഭാസന്നന മുഖ്യയാനങ്ങളിൽ കൽകശൂലേഷ്ടു ജാപപ്രസാദോമരമുക്തരയഷ്ടിശക്തി ശരീരാദികൾ ഹസ്തേ ധരിച്ചു കണ്ടസ്തിപ്യത്യാജപം യുദ്ധസന്നദ്ധരായുദ്ധത ബുദ്ധിയോടപ്തികളിദ്രീകളുർവിയും ദൽക്ഷണ മൃത്യുതമായതു സത്യലോകത്തോളം വജ്രഹസ്താശയിൽ പൂക്കൾ പ്രകസ്തനും വജ്രം ദ്രമഷ്ടൻ തഥാ ദക്ഷിണാദിക്കിലും ദുച്ഛവനാരിയാം മേഘനാഥൻ തഥാ പശ്ചിമ ഗോപുരദ്വാരീപുക്കീടിനാൻ. മിത്രവർഗമാതൃപൃഥ്വിജനത്തോടും ഉത്തരദ്വാരീപുക്ക ദശഭക്തനും നീലനും സേനയും പൂർവദിഗോപുരേ ബാലിതനയനും ദക്ഷിണ ഗോപുരേ വായുധനയനും പശ്ചിമ ഗോപുരേ മായാമനുഷ്യനാമാദിനാരായണൻ മിത്രധനയ സൗമിത്രി വിഭീഷണ മിത്ര സംയുക്തനായ ഉത്തരദിക്കിലും. ഇത്തമുറപ്പിച്ചു രാഘവ രാവണ യുദ്ധം പ്രവൃത്തമായി വന്നു വിചിത്രമായി. 1000 കോടി മഹാകോടികളോടും 1000 അർബുദം 1000 ശംഖങ്ങൾ 1000 പുഷ്പങ്ങൾ 1000 കൽപ്പളങ്ങൾ 1000 ലക്ഷങ്ങൾ 1000 ദണ്ഡങ്ങൾ 1000 തൂളികൾ 1000 തോയാകര പ്രളയങ്ങൾ എന്നിങ്ങനെ സംഖ്യകളോട് കലർന്നു കവിബലം ലങ്കാപുരത്തെ വളഞ്ഞാരതി ദ്രുതം പൊട്ടിച്ചടർത്ത പാഷാണങ്ങളെ കൊണ്ടും മുഷ്ടികൾ കൊണ്ടും മുസലങ്ങളെ കൊണ്ടും ഊർവീരുഹം കൊണ്ടും ഊർവീധരം കൊണ്ടും സർവതോ ലങ്കാപുരം തകർത്തിടിനാർ. കോട്ടമതിലുകൾ കിടന്തകർത്തുടൻ കൂട്ടമിട്ടാർത്തു വിളിച്ചെടുക്കുന്നേരം വൃഷ്ടി പോലെ ശരജാലം പൊഴിക്കയും വെട്ടുകൊണ്ടറ്റ പിളർന്നു കിടക്കയും അസ്ത്രങ്ങൾ ശസ്ത്രങ്ങൾ ചക്രങ്ങൾ ശക്തികൾ അർത്ഥചന്ദ്രാകാരമായുള്ള പത്രികൾ ഖഡ്ഗങ്ങൾ ശൂലങ്ങൾ കുന്തങ്ങൾ ഈട്ടികൾ മുദ്ഗര ഭക്തികൾ പിണ്ടിപാലങ്ങളും തോമരദണ്ഡം മുസലങ്ങൾ മുഷ്ടികൾ ചാമീകര പ്രഭപൂണ്ട ശതഗ്നികൾ ഉഗ്രങ്ങളായ വജ്രങ്ങൾ ഇവ കൊണ്ടും നിഗ്രഹിച്ചിടിനാൻ നക്തഞ്ചരേന്ദ്രരും ആർത്തി മുഴുത്തു ദശാസൻ അവസ്ഥകൾ പേർത്തു മറിവതീനായി അയച്ചിടിനാൻ. ശാർദൂലനായുധം രാത്രിയഞ്ചരന്മാരെ രാത്രിയിൽ ചെന്നാരവരും കവികളായി മാർക്കടേന്ദ്രന്മാരറിഞ്ഞു പിടിച്ചടി ചുൽക്കട രോഷണ കൊൽബാൻ തുടങ്ങുമ്പോൾ ആർത്തനാദം കേട്ടു രാഘവനും ആർദ്രബുദ്ധ്യ കൊടുത്ത അനഭയം ദ്രുതം ചെന്നവരും സുഖാരണരെ പോലെ ചൊന്നതു കേട്ടു വിഷാദന രാവണൻ മന്ത്രിച്ചുടൻ വിദ്യുജ്ജിഹനുമായി ദശകന്ധരൻ മൈഥിലി വാഴുമിടം പുക്കാൻ. രാമാശിരസും ധനുസുമിതെന്നുടൽ വാമാക്ഷി മുന്നിലമ്മാർ വച്ചിടിനാൻ. ആയോധനെ കൊന്നു കൊണ്ടുപോന്നേനെന്നോ മായ നിർമ്മിച്ചു വെച്ചതു കണ്ടപ്പോൾ സത്യമെന്നോർത്തു വിലാപിച്ചു മോഹിച്ചു മുക്താങ്കി വീണു കിടക്കും ദശാന്തരെ. വന്നൊരു ദൂതൻ വിരവോട് രാവണൻ തന്നെയും കൊണ്ടുപോന്നീടിനാൻ അന്നേരം. വൈദേഹി തന്നോട് ചൊന്നാൽ സരമയും
നീയും ഖേദമശേഷമകലെ കളക നീ എല്ലാം ചതിയെന്നോ തേറിയിടീതൊക്കവേ നല്ലവണ്ണം വരും നാളുള്ളിലിങ്ങില്ലൊരു സംശയം കല്യാണ ദേവതേ വല്ലവൻ കൊല്ലും ദശാസനെ നിർണയം ഇത്തരസവാക്യം കേട്ടു ചിത്തം തെളിഞ്ഞൊരു നേടിനാൻ സീതയും മംഗളദേവത വല്ലഭ ജ്ഞാവശാലങ്കതൻ രാവണൻ തന്നോട് ചൊല്ലിനാൻ ഒന്നുകിൽ സീതയെ കൊണ്ടുവന്നെന്നുടെ മുന്നിൽ അമ്മാറു വെച്ചിടുക വൈകാതെ യുദ്ധത്തിനാശു പുറപ്പെടുകല്ലെങ്കിൽ അത്തൽ പൊണ്ടു ഉള്ളിലടച്ചിങ്ങിരിക്കലും രാക്ഷസസേനയും ലങ്കാനഗരവും രാക്ഷസ രാജനാം നിന്നോടുകൂടവേ സംഹരിച്ചിടുവൻ ബാണമെയ്തുന്നുള്ള സിംഹനാദം കേട്ടതില്ലയോ രാവണ ജ്ഞാനാദഘോഷവും കേട്ടതില്ലേ ഭവാൻ നാണം നിനക്കേതുമില്ലയോ മാനസേ ഇത്തം അതിക്ഷേപ വാക്കുകൾ കേട്ടതേ ക്രൂതനായൊരു രാത്രിഞ്ചര വീരനും വൃത്താരിപുത്ര തനയനെ കൊൽകുന്നു നക്തഞ്ചരാധിപന്മാരോട് ചൊല്ലിനാൻ ചെന്നു പിടിച്ച നിശാചര വീരരും കൊന്നും ചുഴറ്റിയെറിഞ്ഞാൻ കവീന്ദ്രനും പിന്നെ ആ പ്രാസാദവും തകർത്തിടിനാൻ ഒന്നു കുതിച്ചങ്ങുയർന്നു വേഗേന പോയി മന്നവൻ തന്നെ തൊഴുതു വൃത്താന്തങ്ങൾ അങ്ങൊന്നൊഴിയാതെ ഉണർത്തിനാൻ അങ്കദൻ പിന്നെ സുഷേണനും കുമുദൻ നളൻ ജഗൻ ധന്യൻ ഗവേയൻ ഗവാക്ഷൻ മരുൾ സുതൻ എന്നിവരാദിയാം വാനര വീരന്മാർ ചെന്നു ചുഴന്നു കിടങ്ങും നിരത്തിനാർ കല്ലും മലയും മരവും തരിച്ചാശു നില്ലെന്നു പറഞ്ഞെടുക്കുന്നേരം ബാണജാപങ്ങളും വാളും പരിചയും പ്രാണാഭയം വരും വെൺമഴുകുന്തവും ദണ്ഡങ്ങളും മുസലങ്ങൾ ഗദകളും പിണ്ടിപാലങ്ങളും മുഗ്രജാലവും ചക്രങ്ങളും പരിഹങ്ങളും ഈട്ടികൾ ശുക്രകാശങ്ങളും മറ്റു മിത്രാദികൾ ആയുധമെല്ലാം എടുത്തു പിടിച്ചുകൊണ്ടായോധനത്തിനടുത്താരക്കരും വാരണനാദവും വാജികൾ നാദവും തേരരുൾ നാദവും ഞാണൊലിനാദവും രാക്ഷസരാർക്കയും സിംഹാനാദങ്ങളും രൂക്ഷതയേറും കവികൾ നിനാദവും തിങ്ങി മുഴങ്ങി പുഴങ്ങി പ്രപഞ്ചവും എങ്ങുമിട തുടർന്നു മറ്റൊലി കൊണ്ടുതേ ജമ്പാരി മുമ്പാം നിലിംബനും കിന്നര കിംപുരുഷാരാഗ ഗുഹ്യകാസംഗവും ഗന്ധർവസിത്ത വിദ്യാധര ചാരണ ആദ്യാന്തരീക്ഷാന്തരെ സഞ്ചരിക്കും ജനം നാരദാനാദികളായ മുനികളും ഘോരമായുള്ള യുദ്ധം കണ്ടുകൊള്ളുവാൻ നാരികളോടും വിമാനയാനങ്ങളിൽ ആരോഗ്യ പുഷ്കരാന്തേ നിറഞ്ഞിടിനാർ തുങ്കനാമിന്ദ്രജിത്തേറ്റാൻ അതു നേരാം അങ്കദൻ തന്നോടതിന്നു കവീന്ദ്രനും സൂതനെ കൊന്നു തേരും തകർത്താൻ മേഘനാഥനും മറ്റൊരു തേരിലേറിയിടിനാൻ മാരുതി തന്നെ വേൽ കൊണ്ടു ചാട്ടിയിടിനാൻ ധീരനാകും ജമ്പുമാരി നിശാചരൻ സാരഥി തന്നോടു കൂടവേ മാരുതി തേരും തകർത്താൻ അവനെ കൊന്നലറിയിടിനാൻ മിത്രതനയൻ മൃഗസ്ഥനോടേറ്റിതു മിത്രാരിയോടു വിഭീഷണ വീരരും നീലൻ നികുംബനോടേറ്റാൻ തപാനനെ കാലപുരത്തിനയച്ചാൻ മഹാഗജൻ ലക്ഷ്മണനേറ്റാൻ വിരൂപാക്ഷനോടതാ ലക്ഷ്മീപതിയൻ രഘുത്തമൻ തന്നോടു രക്ഷധ്വജാതികൾ 10 പേർ തൽക്ഷണേ പോർ ചെയ്തു ബുക്കാർ സുരാലയം വാനരന്മാർക്കു ജയം വന്നിതു നേരം ഭാനുവും ഭാരതി തന്നിൽ വീണിടിനാൻ ഇന്ദ്രാത്മജാത്മജനോടേറ്റു തോറ്റുപോ ഇന്ദ്രനിത്തം വരാന്തേ മറഞ്ഞിടിനാൻ നാഗാസ്ത്രമെയ്തു മോഹിപ്പിച്ചിതു ബദാ രാഘവന്മാരെയും വാനരന്മാരെയും വന്ന കവികളെ നരന്മാരെയും ഒന്നൊഴിയാതെ ജയിച്ചേനിതെന്നവൻ ഭിന്നിപ്പെരുമ്പറ കൊട്ടിച്ചു മേളിച്ചു ചെന്നു ലങ്കാപുരം തന്നിൽ മേവീടിനാൻ താപസവൃന്ദവും ദേവസമൂഹവും താപം കലർന്നു വിഭീഷണ വീരനും ഹാഹാ വിഷാദേന ദുഃഖ വിഷണ്ണരായി മോഹിതന്മാരായി മരുവുന്ത ശാന്തരെ
സപ്തദ്വീപുകളും സപ്താർണവങ്ങളും സപ്തജലങ്ങളും ഉത്ക്ഷോഭമാം വണ്ണം സപ്തവിശകോടി തേജോമയനായി സുവർണാദ്രി പോലെ പവനാശനാശനൻ അബ്ദിതോയം ദിതാ വിദ്വാ സ്വഭക്ഷയോ ബോധൂരലോകത്രയോത്തോഴതിദ്രുതം നാഗാരി രാമപാദം വണങ്ങിടിനാൻ നാഗാസ്ത്രബന്ധനം തീർന്നതോ തൽക്ഷണേ ശാഖാമൃഗങ്ങളും അസൂത്ര നിർമുക്തരായി ശോകവും തീർന്നു തെളിഞ്ഞു വിളങ്ങിനാർ ഭക്തപ്രിയൻ മുത ഭക്ഷിപ്രവരനോ ബദ്ധസമ്മോദമനുഗ്രഹം നൽകിനാൻ കൂപ്പിത്തൊഴുതനുവാദം കൈക്കൊണ്ടു മേൽപോട്ടുപോയി മറഞ്ഞിടിനാൻ ദാർക്ഷണ്യം മുന്നേതിലും ബലവീര്യ വേഗങ്ങൾ പോണ്ടുന്നതന്മാരാം കബീവരന്മാരെല്ലാം മന്നവൻ തന്നെ യോഗേന മരങ്ങളും കുന്നും ശിലയും എടുത്തെറിഞ്ഞിടിനാർ വന്ന ശത്രുക്കളെ കൊന്നു മാമാത്മജൻ മന്ദിരം ബുക്കിരിക്കുന്നതിന് മുന്നമേ വന്നവരുമിതെന്തോരു വിസ്മയം നന്നെത്രയുമെന്നേ പറയാവൂ ചെന്നറിഞ്ഞിടുവിൻ എന്തോരു ഘോരമീതെന്നു ദശാനനൻ ചൊന്നാരനന്തരം തന്നോട് ചൊല്ലിനാർ വൃത്താന്തമൊക്കവേ വീര്യബലവേഗ വിക്രമം കൈക്കൊണ്ടു സൂര്യാത്മജാതികളായ കവികുലം ഹസ്തങ്ങൾ തോറും മലാദവും കൈക്കൊണ്ടു ഭിത്തി തന്നുത്തമാംഗത്തിന്മേൽ നിൽക്കുന്നോർ നാണമുണ്ടെങ്കിൽ പുറപ്പെട്ടു കാണുങ്ങളെങ്കിലെന്നോർത്തു പറയുകയും കേട്ടതില്ലേ ഭവാൻ എന്നവർ ചൊന്നതോ കേട്ടു ദശാസനും കോപേന ചൊല്ലിനാൻ മാനവന്മാരെയുമേറെ മതമുള്ള വാനരന്മാരെയും കൊന്നൊടുക്കിയിടുവാൻ പോകാതൂമ്രാക്ഷൻ പടയോടുകൂടവേ വേഗേന യുദ്ധം ജയിച്ചു വരിക നീ ഇത്തമനുഗ്രഹം ചെയ്തയച്ചാനതിക്രൂതന ധൂമ്രാക്ഷനും നടന്നേടിനാൻ ഉച്ചസ്ഥരമായ വാദ്യഘോഷത്തോടും പശ്ചിമഗോപുരത്തൂടെ പുറപ്പെട്ടാൻ മാരുതിയോടങ്ങ് തീർത്താനവേനും ചെന്നു ദാരുണമായതോ യുദ്ധവും എത്രയും വേലസീവൻ മഴുകുന്തം സരാശനം ശൂലം മുസലം പരീഹഗതാദികൾ കൈക്കൊണ്ടു വാജിരതികളിൽ ഉൾക്കരുത്തോടേറി രാക്ഷസവീരരും കല്ലും മരവും മലയുമായി പർവ്വത ശൂല്യശരീരികളായി കപികളും തങ്ങളിലേറ്റ പൊരുതു മരിച്ചതോട്ടങ്ങുമിങ്ങും മഹാവീരരായുള്ളവർ ചോരയോ മാറായൊഴുകി പല വഴി ശൂരപ്രവരനം നാരദി തൽക്ഷണേ ഉന്നതമായൊരു കുന്നിൻ കൊടുമുടി തന്നെ എടർത്തെടുത്താനറിഞ്ഞിടിനാൻ തേരിൽ നിന്നാശുഗതയും എടുത്തുടൻ ബാരിലം മാറുതൂം രാക്ഷനും ചാടിനാൻ തേരും കുതിരകളും പൊടിയായതോ മാരുതിക്കുള്ളിൽ വർത്തിച്ചതു കോപവും രാത്രിയും ചരയൊടുക്കി തുടങ്ങിനാരാർത്തി മുഴുത്തതു കണ്ടു ധൂമ്രാക്ഷനും മാരുതിയെ ഗത കൊണ്ടടിച്ചിടിനാൻ ധീരതയോടതിനാകുലമെന്നിയെ പാരം വളർന്നൊരു കോപവിവേശനായി മാരുതി രണ്ടാതൊന്നെറിഞ്ഞിടിനാൻ ധൂമ്രാക്ഷനേറു കൊണ്ടമ്പപുരത്തിങ്കൽ അമ്മാറു ചെന്നു സുഖിച്ചു വാണിടിനാൻ ശേഷിച്ച രാക്ഷസർ കോട്ടയിൽ പൊക്കിതോ കോഴിച്ചീതങ്കന്മാർ വിലാപങ്ങളും വൃത്താന്തമാകന്ത കേട്ടു ദശാസനും ചിത്തതാപത്തോടു പിന്നെയും ചൊല്ലിനാൻ വജ്രവസ്താരി പ്രവരൻ മഹാബലൻ വജ്രദ്രംഷ്ടൻ തന്നെ പോക യുദ്ധത്തിനായി മാനുഷവാനരന്മാരെ ജയിച്ചഭിമാനവും തീർച്ചവരീകന്നയച്ചിടിനാൻ ദക്ഷിണാഗോപുരത്തൂടെ പുറപ്പെട്ടു ശക്രാത്മജൻ മജനോട് എതിർത്തിടിനാൻ ദുർനിമിത്തങ്ങളുണ്ടായത് അനാദ്യത ചെന്നു കവികളുടേറ്റു മഹാബലൻ വൃക്ഷശിലാശൈലവൃഷ്ടി കൊണ്ടേറ്റവും രക്ഷോവരന്മാർ മരിച്ചു മഹാരണേ കൽക്കശാസ്ത്രാസ്ത്രശക്തിയാദികളേറ്റേറ്റു മർക്കടവന്മാരും മരിച്ചാരസംഖ്യമായി
രക്തയുക്തമായുള്ള പെരുമ്പട നക്തഞ്ചരാന്മാർക്കു നഷ്ടമായി വന്നിതു. രക്തനദികൾ ഒലിച്ചു പല വഴി നൃത്തം തുടങ്ങി കബന്ധങ്ങളും ബലാൽ. താരേയനും വജ്രദംഷ്ടനും തങ്ങളിൽ ഘോരമായേറ്റം പിണങ്ങി നിൽക്കും വിധൗ വാളും പറിച്ചുടൻ വജ്രദംഷ്ടങ്കള നാളം മുറിച്ചെറിഞ്ഞിടിനാനങ്കതൻ. അക്കഥ കേട്ടാശു നക്തഞ്ചരാധിപൻ ഉൾക്കരുത്തേറുമാകമ്പനൻ തന്നെയും വൻപടയോടു മയച്ചാൻ അതു നേരം. കമ്പമുണ്ടായതു മേദിനിക്കന്നേരം ദുച്ഛവനാരി പ്രവരനാകമ്പനൻ പശ്ചിമഗോപുരത്തൂടെ പുറപ്പെട്ടാൻ. വായുതനയനോടേറ്റവനും നിജാകായം പിടിഞ്ഞു കലാലിയം മേവിനാൻ. മാരുതിയെ സ്തുതിച്ചു മഹാലോകരും ഭാരം ഭയം പെരുത്തു ദശകണ്ഠനും. സഞ്ചരിച്ചിടിനാൻ നിജ രാക്ഷസേനയിൽ പഞ്ചജയാസനം കാണ്ടാനതു നേരം. രാമേശ്വരത്തോടു സേതുവിന്മേലുമായി രാമദേശാന്തം സുബാലേ ജലോപരി വാനരസേന പരന്നതു. കോട്ടകളൂനമായി വന്നതും കണ്ടോരനന്തരം ക്ഷിപ്രം പ്രഗസ്തനെ കൊണ്ടുവരികന്നു കൽപ്പിച്ച നേരം അവർ വന്നു കൂപ്പിനാൻ. നീ അറിഞ്ഞില്ലയോ വൃത്താന്തമൊക്കവേ നായകന്മാർ പടയ്ക്കാരുമില്ലായികയോ. ചെല്ലുന്ന രാക്ഷസവീരരെ കൊല്ലുന്നതും കണ്ടിരിക്കയില്ലിങ്ങു നാം. ഞാനോ ഭവാനോ കനീവിഷ്ടനോ പോർ ചെയ്തു മാനുഷവാനരന്മാരെ ഒടുക്കുവാൻ. പോകുന്നതാരെന്നു ചൊല്ലുകെന്നു കേട്ടവൻ പോകുന്നതിന്നു ഞാൻ എന്നു പോയി കൂപ്പിനാൻ. തന്നെ മന്ത്രികൾ 4 പേരുള്ളവർ ചെന്നു നാലംഗപ്പടയും വരുത്തിനാർ. 4 ലങ്കയിലുള്ള പടയ്ക്കെല്ലാം ആലംബനമാം പ്രഗസ്തൻ മഹാരഥൻ. കുംഭകനും മഹാനാഥനും ദുർമുഖൻ ജംബാരി വൈരിയാം വീരൻ സമുന്നതൻ. ഇങ്ങനെയുള്ളൊരു മന്ത്രിമാർ 4 പേരും തിങ്ങിനവൻ പിടയോടും നടന്നിതു. ദുർനിമിത്തങ്ങൾ ഉണ്ടായതു കണ്ടവൻ തന്നകതാരിൽ ഉറച്ചു സന്നദ്ധനായി പൂർവപുരദ്വാരദേശേ പുറപ്പെട്ടു. പാവകപുത്രനോടേറ്റാരനന്തരം മാർക്കടൻ മർശില വൃക്ഷാജലം കൊണ്ടു രക്ഷോഗണത്തെ ഒടുക്കി തുടങ്ങിനാർ. ചക്രകൾക്ക് പ്രസാശക്തി ശസ്ത്രാസ്ത്രങ്ങൾ മാർക്കടന്മാർക്കുമേറ്റൊക്കെ മരിക്കുന്നു. ഹസ്തീവരന്മാരും അശ്വങ്ങളും ചത്തു രക്തനദികളായൊക്കെ ഒലിക്കുന്നു. അംബോജ സംഭവാൻ അന്നനൻ ജാമ്പവാൻ കുംഭഹനുവിനെയും ദുർമുഖനെയും കൊന്നു. മഹാനാഥനെയും സമുന്നതൻ തന്നെയും പിന്നെ പ്രഗസ്തൻ മഹാരഥൻ നീലനോടേറ്റുടൻ ദ്വന്ദ്വയുദ്ധം ചെയ്തു കാലപുരി ബുക്കിരുന്നരുളിടിനാൻ. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ ജയ. ശ്രീരാമ രാമ രോഗവിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ശ്രീരാഘവാത്മാ രാമ. ശ്രീരാമ രമാപദേ. ശ്രീരാമ രമണീ വിഗ്രഹ നമസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമാം. ശ്രീരാമനാമം പാടി വന്ന പൈങ്കളിപ്പെണ്ണെ ശ്രീരാമയൊരു നീ ചൊല്ലിയിടുമടിയാതെ. ശാരിക പൈതദാനം വന്നിച്ചു വന്യന്മാരെ ശ്രീരാമ സ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ. രാമാമൃതം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അക്ഷയ കേറ്ററിംഗ് തൊടുപുഴ. 4 നൂറ്റാണ്ടിന്റെ വിശ്വസ്ത പാരമ്പര്യവുമായി അക്ഷയ കേറ്ററിംഗ് തൊടുപുഴ. ആഘോഷങ്ങൾ ഏതുമാവട്ടെ എല്ലാത്തരം വെജ് നോൺ വെജ് വിഭവങ്ങളും പൂർണ്ണ ഉത്തരവാദിത്തത്തോടെ നിങ്ങളുടെ മുന്നിലെത്തിക്കുന്നു. നിങ്ങളുടെ നാവിലെ രസമുകുളങ്ങളെ തൊട്ടുണർത്തുന്ന രുചി വൈവിധ്യങ്ങൾ. സ്വാദിൽ ഒരൽപ്പം പോലും വിട്ടുവീഴ്ചയില്ലാതെ പാരമ്പര്യ തനിമ നഷ്ടപ്പെടാതെ വിഭവസമൃദ്ധമായി നിങ്ങളുടെ ആഘോഷങ്ങളെ വരവേൽക്കൂ. അക്ഷയ കേറ്ററിംഗ് തൊടുപുഴയ്ക്കൊപ്പം ഫോൺ 9744406785. അക്ഷയ കേറ്ററിംഗ് തൊടുപുഴ.